ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. തന്ത്രി ഇതാ ഇപ്പോൾ വിജിലൻസ് കോടതിയിലാണ്. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും രാജീവ് ഖൻഡ്രെ ഇങ്ങനെ ഈ നിലയിൽ കാണുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ അങ്ങ് ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. വാജിവാഹനം, കൊടിമരം മുതൽ എല്ലാ സൂചനകളും അങ്ങ് നൽകിയിരുന്നു. അത് ഏറെക്കുറെ ശരിയായി വരുന്നതാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഇതിനകത്തൊരു സാന്നിധ്യം ഇല്ലാതെ ഈ ഒരു കൊള്ള ഒരിക്കലും നടക്കില്ല. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അതായത് ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കട്ടള ഇപ്പോഴത്തെ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ കഥകാണ് ഇവർ കൊണ്ടുവരുന്നത്. കഥക ഇപ്പൊ ഇവിടെ ഇളക്കിയിട്ടില്ല. കഥക ആദ്യമേ അവിടുന്ന് പണിത് മാർച്ച് 11-ാം തീയതി കൊണ്ടുവരുന്നു. കഥക് കൊണ്ടുവന്നിട്ട് ഈ പഴയ കഥക് കൊണ്ടുപോകാൻ അത് മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക്. കാര്യം അതിനൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ പിന്നെ അവർക്ക് എന്താ മാർഗം? വേറെ എന്തെങ്കിലും ഒരു സാധനം വേണം. അപ്പം ആ പഴയ കഥകിന്റെ കൂടെ അവർ ഈ കട്ടളയും കൂടെ ഇളക്കി മാച്ച് ചെയ്ത്. അപ്പം പഴയ കഥകും ഈ കട്ടളയും ഒരുമിച്ചാണ് ഈ പറഞ്ഞ മേളത്തെ ശില്പങ്ങളും മറ്റേ നമ്മൾ ആ പ്രഭാമണ്ഡലം എന്നൊക്കെ പറയുന്നത് അതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ഇത് അദ്ദേഹത്തിന്റെ അറിവില്ലാണ്ട് നടക്കത്തില്ല ഒരിക്കലും. കാര്യം അതൊരു പ്രധാന പോസ്റ്റാണ്. ധാരാവലപള്ളി പിന്നെയാണ് മാർച്ച് നമ്മൾ ജൂലൈ 19, 20 അത് വരുന്നത്. പക്ഷെ ഈ ഒരു സാധനം അതിന് മുമ്പാണ്. അപ്പം ഇതൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ തന്ത്രിയുടെ ഒരു ബേസ് ഇല്ലാണ്ട് ഈ പറഞ്ഞ ഒരു കൊള്ളയും 2009 ഇവർ തുടങ്ങിയിരിക്കുന്നത്. 2009 താഴെക്കുടങ്ങളുണ്ട് ഈ വിജയൻ മല്യയുടെ തന്നെ. അപ്പം ഈ താഴെക്കുടങ്ങൾ മുതൽ 2009 മുതൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സകല കൊള്ളയ്ക്കകത്തും ഈ പറഞ്ഞ ഇതുപോലത്തെ ഒരു ദൈവതുല്യൻ അല്ലെങ്കിൽ ശവന്തീനി അല്ലാത്ത ഒരാള്, വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാള്, അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാന്നിധ്യം വളരെ വളരെ സ്പഷ്ടമാണ്. പിന്നെ ഇത്രയും നമ്മൾ മകരവിളക്കിന് ഇപ്പൊ ഏതാനും മണിക്കൂറുകളൂടെ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു അറസ്റ്റിലോട്ട് SIT വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അങ്ങനെ ലാഭം ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ശക്തമായ തെളിവ് ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ അവരെ ഇത് ചെയ്തേ പറ്റൂ. ഉറപ്പായിട്ടും ഇതൊരു യഥാർത്ഥ പാളി തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ. കാര്യം ഈ പൂജയെ സംബന്ധിച്ച് അന്വേഷിച്ച് പറയാൻ പോയാൽ മാത്രമേ ഇതിന്റെ ഈ പാളികൾ കിട്ടൂ. കാര്യം അതിലല്ലേ ഒരിക്കലും ഈ സ്വർണം മാത്രം ഇക്വലന്റ് സ്വർണം ഇവരെല്ലാം പണം ഒരുപാടുള്ളവരാണ്. അതായത് എത്ര വലിയ സുപ്രീം കോടതി പോകാനും എത്ര ഇത് ചെയ്യാനുള്ള അപ്പം 1-2 കിലോ സ്വർണം കൊടുക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പൊ ഗോവർദ്ധൻ കൊടുത്ത പോലെയോ അല്ലെങ്കിൽ ഭണ്ഡാരിയുടെ അവിടുന്ന് പിടിച്ചെടുത്ത പോലെയോ 100 ഗ്രാമോ 400 ഗ്രാമോ 500 ഗ്രാമോ ഇനി 1-2 കിലോ ആണെങ്കിലും അവർ കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥ പാളി തിരിച്ചു വരണമെങ്കിൽ ഈ പൂജകൾ എവിടെയൊക്കെയാണ് നടന്നത്? ഈ പറഞ്ഞ തന്ത്രിയുടെ നേതൃത്വത്തിലോ അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലോ കാലാകാലങ്ങളിൽ പിന്നെ ഈ ജയറാമിന്റെ ബേസിസിലുള്ള കാര്യം അങ്ങനെയുള്ള ആൾക്കാർ ഈ സിനിമാക്കാർ ആരൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ പൂജ നടന്ന സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഇദ്ദേഹത്താണ് കസ്റ്റഡിയിൽ കിട്ടും. അപ്പം അതിന്റെ ഉള്ള വെളിച്ചം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം ഉറപ്പായിട്ടും ആ പാളികൾ തിരിച്ചു വരും. കാര്യം അത് അത്രയ്ക്കുള്ള രീതിയിൽ അയ്യപ്പന് ധർമ്മശാസ്ത്രമാണ് അയ്യപ്പന്. അപ്പൊ അയ്യപ്പന്റെ ശാസനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നമുക്ക് ഈ കേസിന്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ കോൺഫിഡൻസ് എന്തായിരുന്നു, എന്തുമാത്രം ഇതായിട്ടായാലും മാധ്യമങ്ങളെയൊക്കെ തെറി വിളിച്ച് ഓടിച്ചത്. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സ്ഥിതി അയാൾ അകത്തായി കുറെ നാളായി. അപ്പം ആദ്യം മറ്റേ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ്, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അകത്തകത്തകത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്യോഗസ്ഥർ വരുന്നു. ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചൂടെ? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവന്റെ പിതാവ് തന്നെ ദേവന്റെ കട്ടളപ്പാളി അടിച്ചുകൊണ്ട് പോയി എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്ക് വേദനയുണ്ട്, ശരിക്ക് വിഷമമുണ്ട്. ആ സ്ഥാനം അത്രമാത്രം പവിത്രമാണ്. ഇവർക്കറിയില്ലെന്ന്. ഇവര് ചുമ്മാ ഒരു പിള്ളേരുകളി പോലെ ഈ കാര്യങ്ങളെ മൊത്തം കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ കേസ് അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഒരു വിശദമായ ഒരു പത്രക്കാരെ എല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ സംഭവം സംഭവിച്ചിട്ടുണ്ട്, എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ സംശയം, അവനെ സംശയമുണ്ട്, പോയി ചോദിക്കാനോട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എടുക്കണ്ടേ. ഇയാൾ ആരകുഴമ്പൻ രീതിയിൽ ഇതിലെങ്ങും പെടാതെ അങ്ങും പെടാതെ ഇഞ്ഞും പെടാതെ പിന്നെ വാജിവാഹൻ എന്റെ വീട്ടിൽ അടക്കള ഇരിപ്പുണ്ടായിരുന്നു, ഇത് കൊണ്ടുപോകും, ഇതിനെ കൊണ്ട് ഇവിടെ കെട്ട് മതി, ഇനിയും ഇതിനെ കൊണ്ട് ഇതിന്റെ ലായം അവിടെ കൊണ്ട് കെട്ടെന്നും പറഞ്ഞ് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന രീതിയിൽ വളരെ സംശയകരമായിട്ട്. കാര്യം 2012 ഈ പറഞ്ഞ വ്യക്തമായ തീരുമാനം ഉണ്ടായിട്ട് പോലും ഈ സാധനം അദ്ദേഹം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയാം ഇത് നമ്മുടെ അവകാശമല്ല. നമുക്ക് 1500 രൂപ ശമ്പളം മേടിക്കുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഇതേ ഉള്ളൂ എനിക്ക്. അപ്പം അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാള് 1500 രൂപ ശമ്പളമാണ് പുള്ളിക്ക് ഒരു ദിവസത്തെ ശമ്പളം ദേവസ്വം ബോർഡ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ 500 കോടിയൊക്കെ രമേശ് ചെന്നിത്തല അതിന്റെ അദ്ദേഹം വില പറയുന്നത്. അപ്പൊ അത്രമാത്രം വിലയൊക്കെ ഉള്ള കാര്യങ്ങളിലുള്ള കച്ചവടമൊക്കെ ഇവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിലെടുത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾ ഉറപ്പായിട്ടും പുള്ളി ബോധ്യപ്പെടണം. പുള്ളിയുടെ ഉത്തരവാദിത്തം ഇല്ലാതെ ഈ സംഭവം നടക്കില്ല. എന്തായാലും ഇപ്പൊ പുള്ളി അകത്ത് ഇപ്പൊ റിമാൻഡ് ഇല്ലാത്ത കിട്ടിക്കഴിഞ്ഞാൽ SITക്ക് കൃത്യമായിട്ടുള്ള വിവരം, അതായത് ഈ പാളികൾ എവിടെയാ പോയത്, അപ്പം നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും. അവിടുത്തെ കൊടിമരമുണ്ട്, വാജിവാഹനമുണ്ട്, അഷ്ടതിക്കുണ്ട്, 18-ാം പടിയുണ്ട്, യോഗദണ്ഡുണ്ട്, അങ്ങനെ പല കലാകാലങ്ങൾ 2007, 2008 കാലങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തിയപ്പോൾ മൂലം ഉണ്ടായിട്ടുള്ള സകല കൊള്ളയും പുറത്തു വരാനുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഈ ദൈവതുല്യൻ കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് തന്നെയല്ലേ അങ്ങ് കരുതുന്നത്? ശബരിമലയിൽ, ബാംഗ്ലൂരിൽ അടക്കം
തീർച്ചയായിട്ടും അങ്ങനെ ജാലഹലി അമ്പലത്തിൽ നിന്ന് അദ്ദേഹം തന്നെ കൊണ്ടുവരുന്നത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കീഴ്ക്കഴകമായ ഒരാൾ 2007-8 കാലത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ പരികർമ്മിയായിട്ടാണ് പല പൂജകളിലും നിന്നിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആ കീഴ്ക്കഴകത്തിലുള്ള ഒരാൾക്ക് ഇദ്ദേഹത്തിന്റെ മെയിൻ പരികർമ്മിയായിട്ട് വരത്തില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ബിനാമി അല്ലെ ഇദ്ദേഹത്തിന്റെ ഒരു ആളെന്നുള്ള രീതിയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ഈ പറഞ്ഞ 10 ജൻപതിലോ അല്ലെ മറ്റേതെങ്കിലും വലിയ സ്ഥലങ്ങളിലോ അല്ലെ വലിയ വലിയ സിനിമാക്കാരുടെ വീട്ടിലോ ഒക്കെ പോയിട്ടുണ്ടെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ബേസ് ഉണ്ടെന്നുള്ള രീതി മാത്രമാണ് അദ്ദേഹത്തിന് ആ വില വന്നിട്ടുള്ളത്. അപ്പൊ ആ വില കൊടുക്കപ്പെട്ടതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് കാര്യം. അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ സൂചനകൾ ലഭിക്കുമല്ലോ, നമ്മളെ ഇരിക്കുവാണല്ലോ ഇവൻ എന്ന് തോന്നുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പറയാലോ ഇറക്കാന്ന് പറഞ്ഞ് ചെവിക്ക് പിടിക്കാമല്ലോ. അദ്ദേഹം ചെവിക്ക് പിടിച്ചിട്ടില്ല. പോകേണ്ട സമയമായതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഇതിന് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. Debate with Dr. Arun Kumar.